Today we are going to study the second chapter called Useless Things. Okay, second standard, class 2, second chapter of English language. Please write down the name of the chapter, Useless Things. So now I will share you the PDF and we will read the lesson and we can go through the exercises and activities thereafter. Okay, children, please wait. Okay, so the chapter 2, useless things. As an introduction, it is given here. Please let us read this sentence. Think of what you would do in the following situations. Write your responses in the blank spaces. നമുക്ക് നോക്കാം. Okay, children, listen carefully. If your school has no teachers for a day. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ആരുമില്ല. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ കെട്ടിടങ്ങളുണ്ട്, അവിടെ ആരുമില്ല. പക്ഷെ സ്കൂളുണ്ട്. സ്കൂൾ ഈസ് നോട്ട് ക്ലോസ്ഡ്. സ്കൂൾ ബിൽഡിംഗ് ഈസ് ക്ലോസ്ഡ്. അല്ലേ? നമുക്ക് അതുകൊണ്ടല്ലേ ലൈവ് ക്ലാസ്സുകൾ ഉള്ളത്, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരെന്താ? യൂസ്ലെസ് തിങ്സ്. എഴുതിയോ? ഓക്കെ, പ്ലീസ് റൈറ്റ് ഡൗൺ ദ ചാപ്റ്റർ നെയിം, യൂസ്ലെസ് തിങ്സ്. ഇഫ് യുവർ സ്കൂൾ ഹാസ് നോ ടീച്ചേഴ്സ് ഫോർ എ ഡേ. നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാർ ആരുമില്ല. അപ്പൊ എന്തായി അത്? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി മാറുമോ? ഇല്ല, അല്ലേ? നമുക്കത് ഉപയോഗം, ടീച്ചർമാരില്ലാതെ സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇല്ല. ഇഫ് ദ ഫുട്ബോൾ ദാറ്റ് യു ആർ പ്ലേയിങ് വിത്ത് ഡസ് നോട്ട് ബൗൺസ്. നിങ്ങൾ കളിക്കുന്ന ഫുട്ബോള്, അത് ഫുട്ബോളിന്റെ ഉപയോഗമില്ലാതെ, അത് പന്ത് ബൗൺസ് ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ല. അപ്പൊ അത് യൂസ്ലെസ് ആയി മാറി. ഇഫ് ദ മിൽക്ക് ദാറ്റ് യു ഡ്രിങ്ക് സഡൻലി ബിക്കം സോളിഡ്. അതും യൂസ്ലെസ് ആയി മാറി. എന്ത് പറ്റും? നിങ്ങൾ കുടിക്കുന്ന പാല് പെട്ടെന്ന് സോളിഡ് ആയി മാറി. എന്താ അവസ്ഥ? സോളിഡ്. പ്ലീസ് റൈറ്റ് ഡൗൺ ദ വേർഡ് സോളിഡ്. SOLID. ഓക്കെ, യൂസ്ലെസ്. ഇഫ് യു ഡോണ്ട് നോ ദ മീനിങ് ഓഫ് യൂസ്ലെസ്, പ്ലീസ് റൈറ്റ് ഡൗൺ ദ വേർഡ് യൂസ്ലെസ്. നമുക്ക് ഇംഗ്ലീഷ് ഡിക്ഷണറി ആണ് മീനിങ് ആണ് പഠിക്കേണ്ടത്. ഫ്രം സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ഓൾ ദ സ്റ്റുഡൻസ് ഷുഡ് റെഫർ ഡിക്ഷണറി ഉപയോഗിക്കാനൊക്കെ പഠിക്കണം. അപ്പൊ നിങ്ങളെ പേരൻസിന്റെ ടീച്ചേഴ്സ് നിങ്ങളെ സഹായിക്കും. അവരുടെ സഹായത്തോടെ ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് ഇത് പഠിക്കണം. ഓക്കെ, ഫോർത്ത് സെന്റൻസ്. ഇഫ് ദ ബെഡ് ദാറ്റ് യു ആർ സ്ലീപ്പിംഗ് ഇൻ ഡസ് നോട്ട് ഹാവ് എ മാട്രസ്. മാട്രസ് ഇല്ലാതെ ഒരു ബെഡ് പെട്ടെന്ന് ആയാൽ അത് യൂസ്ലെസ് ആയി. ഇഫ് ദ പൂൾ ദാറ്റ് യു ആർ സ്വിമ്മിങ് ഇൻ സഡൻലി ബിക്കംസ് ഡ്രൈ. നിങ്ങൾ ഒരു കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് വെള്ളമെല്ലാം പറ്റിപ്പോയ ഡ്രൈ ആയാൽ എന്ത് ചെയ്യും? വലിയ അപകടമാവും. അപ്പൊ എന്താ? യൂസ്ലെസ് ആയി മാറി. നിങ്ങൾ ഇത് പാഠപുസ്തകത്തിൽ ഇത് നിങ്ങൾ PDF നോക്കി, സൈറ്റിൽ നിന്ന് PDF എടുത്ത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ഇതിന്റെ ഫില്ലപ്പ് ചെയ്യണം, റെസ്പോൺസ് എഴുതണം. വാട്ട് എവർ മേ ബി യുവർ റെസ്പോൺസ്, പ്ലീസ് റൈറ്റ് ഡൗൺ. ലെറ്റ് us read this poem, Useless Things. Okay, candy that is not sweet, candy that is not sweet, that isn't sweet, candy that isn't sweet. ക്യാൻഡി, നിങ്ങൾക്ക് കിട്ടിയ ചോക്ലേറ്റ് സ്വീറ്റ് അല്ലെങ്കിൽ എന്നർത്ഥം, അതും യൂസ്ലെസ് ആയി. എ ബസ് വിത്തൗട്ട് എ സീറ്റ്. ഇവിടെ എല്ലാം നമ്മൾ ഓപ്പോസിറ്റ് മീനിങ് ആണ് കാണുന്നത്. ആന്റോണിം, സിനോണിം, ആന്റോണിം എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഇതിന്റെ എക്സസൈസിൽ നമ്മളിപ്പോ വീഡിയോ ഒക്കെ കാണും, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എ ബസ് വിത്തൗട്ട് എ സീറ്റ്. സീറ്റ് ഇല്ലാണ്ട് ബസ് വന്നാലോ? ബസ് നമുക്ക് സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ. സോ വി കൻ നോട്ട് യൂസ് ദാറ്റ് ബസ്. എ ബീച്ച് വിത്തൗട്ട് ഇറ്റ്സ് സാൻഡ്. ബീച്ചിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട് അല്ലേ? വിത്തൗട്ട് സാൻഡ്. ബീച്ചിൽ എന്താ രസം? മണലിൽ കളിക്കാം. ആ മണല് സാൻഡ് ഇല്ലാത്ത ബീച്ച് വന്നാൽ എന്താ അവസ്ഥ? അതാണ് ഇവിടെ പറയുന്നത്. ആൻ എയർപ്ലെയിൻ ദാറ്റ് കാൻറ്റ് ലാൻഡ്. ഭൂമിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല, എയർപോർട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത എയർപ്ലെയിൻ. എ ഫിഷ് വിത്തൗട്ട് ഇറ്റ്സ് സ്കെയിൽസ്. സ്കെയിൽസ് എന്താ? സ്മോൾ തിൻ പ്ലേറ്റ്സ് ഓൺ ദ സ്കിൻ. മീനിന്റെ പുറത്തുള്ള, സ്കിന്നിന്റെ പുറത്തുള്ള അതാണ് സ്കെയിൽസ്. ഓക്കെ, monkeys without their tails. See in this picture, one monkey, its tail is cut, so monkey without tail. ഓക്കെ, കുരങ്ങന്മാർക്കൊക്കെ വലിയ വാലില്ലേ, നീളമുള്ള, അതല്ലേ വാലയിൽ ചുറ്റിയല്ലേ മരത്തേലൊക്കെ തൂങ്ങിക്കിടക്കണേ. അപ്പം വാലില്ലെങ്കിൽ എന്താവും? യൂസ്ലെസ് ആയി മാറി. അപ്പോൾ വാലിന്റെ ഉപയോഗം എന്താ? അതുകൊണ്ടാണ് യൂസ്ലെസ് തിങ്സ് എന്ന് പറയുന്നത്. എ ടീച്ചർ വിത്തൗട്ട് എ ക്ലാസ്. ടീച്ചർ ക്ലാസ് ഇല്ലാത്ത അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ഒരു ടീച്ചർ അവിടെ ക്ലാസ്സിൽ വെറുതെ നിന്നിട്ട് എന്താ കാര്യം? കുട്ടികൾ വേണ്ടേ? അതാണ് ഇവിടെ പിക്ചർ കാണിച്ചിരിക്കുന്നത്. ടീച്ചർ വിത്തൗട്ട് എ ക്ലാസ്. ഓക്കെ, ഡിഡ് യു സീ ദിസ് പിക്ചർ? ഓക്കെ, ഗുഡ്. എ വിൻഡോ വിത്തൗട്ട് ഗ്ലാസ്. ജനല് ഗ്ലാസ് ഇടാത്ത, ജനൽ അടയ്ക്കാത്ത വിൻഡോ. ഓക്കെ, എ പെൻസിൽ വിത്തൗട്ട് ലെഡ്. അതിന് പെൻസിലിന് നമ്മൾ ലെഡ് ഇല്ലാത്ത പെൻസിൽ. ഷീറ്റ്സ് വിത്തൗട്ട് എ ബെഡ്.
എ പെൻ ദാറ്റ് ഡസൻറ്റ് മാർക്ക്, എഴുതാൻ പറ്റാത്ത പെന്ന്. എ ലാംപ് ദാറ്റ് ലീവ്സ് റൂംസ് ഡാർക്ക്, എ ലാംപ് ദാറ്റ് ലീവ്സ് റൂംസ് ഡാർക്ക്. ഓക്കെ, എ ലാംപ് ദാറ്റ് ലീവ്സ് റൂംസ് ഡാർക്ക്, റൂമുകളെ ഇരുട്ടിൽ ഇടുന്ന ലാമ്പ്. ഓക്കെ, അങ്ങനെ റൂം ഇരുട്ടായിട്ട് ഇരുന്നാൽ എന്താ അവസ്ഥ? യൂസ്ലെസ് ആയി ലാമ്പ് കൊണ്ട്. ഹൈവ്സ് വിത്തൗട്ട് ബീസ്, ഹൈവ്സ് വിത്തൗട്ട് ബീസ്, തേനീച്ചകൾ കൂടില്ലാതെ, തേനീച്ചക്കൂടില്ലാതെ. എങ്ങനെയാണ്? തേനീച്ചകളില്ലാതെ hives, തേനീച്ചക്കൂട്. hives means honey bee ഇരിക്കുന്ന സ്ഥലമാണ്. place where the bees live, hives. bees ഇല്ലാത്ത hives. forest with no trees, മരങ്ങളില്ലാത്ത forest. a book without words, ഈ ബുക്ക്, ഈ പേജിൽ വേർഡ്സ് ഇല്ലെങ്കിലോ? only it is a sheet of paper. a nest without birds, പക്ഷികളില്ലാത്ത പക്ഷിക്കൂട് പോലെ. sights that can't be seen, കാണാൻ പറ്റാത്ത കാഴ്ചകൾ, ഇങ്ങനെ കാഴ്ചക്കാരില്ലാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത, കാണപ്പെടാത്ത കാഴ്ചകൾ. എ കിങ് വിത്തൗട്ട് എ ക്യൂൻ, എ കിങ് വിത്തൗട്ട് എ ക്യൂൻ. എ ഗാർഡൻ വിത്തൗട്ട് സീഡ്സ്, വിത്തുകളില്ലാത്ത ഗാർഡൻ. ജ്വല്ലറി വിത്തൗട്ട് ബീഡ്സ്, മുത്തുകളൊന്നും ഇല്ലാത്ത ആഭരണം. അൻ ആക്ടർ വിത്തൗട്ട് എ പ്രോപ്പ്, പ്രോപ്പ് മീൻസ് an object actors use while acting. അഭിനയിക്കുമ്പോൾ കയ്യിൽ പിടിക്കേണ്ട ഒരു സാധനം അവർ ഉപയോഗിക്കുന്നതാണ് പ്രോപ്പ്, അതില്ലാത്ത ആക്ടർ. എ സ്ട്രീറ്റ് വിത്ത് നോവെയർ ടു സ്റ്റോപ്പ്, എവിടെ നിർത്താൻ പറ്റാത്ത ഒരു സ്ട്രീറ്റ്. എ മിസ്റ്ററി വിത്തൗട്ട് എ ക്ലൂ, ഒരു രഹസ്യം. മിസ്റ്ററി, സംതിങ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു ഗാഢമായ രഹസ്യം. അത് ക്ലൂ ഇല്ലാത്ത രഹസ്യം. മീ വിത്തൗട്ട് യു, നിങ്ങളില്ലാത്ത ഞാനും. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത്, യൂസ്ലെസ് തിങ്സ്. കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു, ഇതിനെക്കുറിച്ച് പഠിച്ചു. ഈ പോയം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടേക്ക് ഡൗൺ യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ. പ്ലീസ് ടേക്ക് യുവർ നോട്ട്ബുക്ക് വിത്ത് പെൻ ആൻഡ് റൈറ്റ്. ഓക്കെ, എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? സിനോണിം, സെയിം മീനിങ്. സിനോണിം മീൻസ് സെയിം മീനിങ്, ഒരേപോലെയുള്ള വാക്കുള്ള അർത്ഥം. മാഡ്, please write down mad, angry, glad, happy, sad, gloomy, scared, afraid. scared, പരിഭ്രാന്തി, പേടിച്ചു പോയി. ഓക്കെ, sad, ദുഃഖിച്ചിരിക്കുന്നത്. glad, വളരെ സന്തോഷമുള്ള. mad, angry, mad, ഭയങ്കര പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ, ദേഷ്യമുള്ള. ഓക്കെ, അരിശപ്പെട്ടിരിക്കുന്നു. ആന്റോണിം, ആന്റോണിം മീൻസ് ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഹോട്ടിന്റെ ഓപ്പോസിറ്റ് എന്താ? കോൾഡ്. ബിഗിന്റെ ഓപ്പോസിറ്റ് സ്മോൾ. അപ്പിന്റെ ഓപ്പോസിറ്റ് ഡൗൺ. ഡിഡ് യു റൈറ്റ് ഡൗൺ? ഇതൊക്കെ എഴുതി പഠിക്കണം. ഓക്കെ, പ്ലീസ് റൈറ്റ് ഡൗൺ ഇറ്റ്. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ പോയത്തിൽ പഠിക്കാൻ പോകുന്ന മറ്റൊരു വർക്കാണ്. ഗെറ്റ് റെഡി ടു റൈറ്റ്. ലിസൺ കെയർഫുള്ളി. Let us take a look at some more examples where we add s to form the plurals of singular nouns. Toy, toys. Flower, flowers. Eye, eyes. Lamp, lamps. Here, നമ്മൾ ഈ പോയത്തിൽ എന്തൊക്കെ പഠിച്ചു? സിംഗുലർ നൗണും പ്ലൂറൽ നൗണും പഠിച്ചു. നെയിമിംഗ് വേർഡ്സ് അല്ലേ ടോയ്. ഓക്കെ, അതിൻ്റെ ടോയ്സ്, ടോയ് കളിപ്പാട്ടം, ടോയ്സ് കളിപ്പാട്ടങ്ങൾ. അങ്ങനെ സിംഗുലർ നൗൺസും പ്ലൂറൽ നൗൺസും ഒക്കെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. യു ഹാവ് ടു റൈറ്റ് ഡൗൺ. പ്ലീസ് റൈറ്റ് ടോയ് പ്ലസ് എസ്, ടോയ്സ്. ഓക്കെ, ഫ്ലവർ, ഫ്ലവേഴ്സ്. ഐ, ഐസ്. ലാം, ലാംസ്. പിന്നീട് ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണാൻ നിങ്ങൾക്ക്. എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ഇതേപോലെ എഴുതി ഇതിൻ്റെ ഒപ്പം പറഞ്ഞ് വായിച്ച് പഠിക്കണം. ഓക്കെ. Now let us look at some plural nouns that are formed by adding es. Dress, dresses. Toothbrush, toothbrushes. Fox, foxes. Match, matches. Gas, gases. ഇപ്പൊ എന്താ നമ്മൾ വീണ്ടും പഠിക്കുന്നത്? ഹിയർ നമ്മൾ പുതിയതായിട്ട് എന്താ കാണുന്നത്? പ്ലീസ് റൈറ്റ് ഡൗൺ. ഇ എസ് ചേർത്ത്
പ്ലൂറൽ നൗൺസ് നെയിമിംഗ് വേർഡ്സിന്റെ കൂടെ ചേർത്താൽ പ്ലൂറൽ നൗൺസ് കിട്ടും. സിംഗുലർ നൗൺസും പ്ലൂറൽ നൗൺസും. കുറച്ചു മുമ്പ് നമ്മൾ എന്താ പഠിച്ചേ? എസ് ചേർത്തിട്ട് പ്ലൂറൽ നൗൺസ് കിട്ടും. ഇപ്പോൾ എന്താ പഠിക്കുന്നേ? കാണുന്നത് ഇവിടെ എഴുതുന്നത് ഇ എസ് ചേർക്കണം. ചില വേർഡ്സ് ഡ്രസ് ഡബിൾ എസ് വരുമ്പോൾ ഇ എസ് ചേർക്കണം. ഡ്രസ്സസ്, ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷസ്, ഫോക്സ് ഫോക്സസ്, മാച്ച് മാച്ചസ്, ഗ്യാസ് gases. Notice how the singular nouns end with s, ss, sh, ch, z or x. നോക്കൂ, എസ്, എസ് എസ്, എസ് എച്ച്, സി എച്ച്, സെഡ് ഓർ എക്സ് ഇതിലൊക്കെ അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ ഇ എസ് ഒക്കെ ചേർത്താണ് പ്ലൂറൽ ഉണ്ടാക്കുക. Now look at these examples. Baby, babies. Party, parties. Candy, candies. These nouns end in y and there is a consonant before the y. So y is changed to I and es is added to make the noun plural. Now look at these examples. Monkey, monkeys. Boy, boys. Toy, toys. These nouns also end in y, but there is a vowel before the y, and so only s is added to make the noun plural. Now let us look at some plural nouns with nouns that end with o. For some words we add s, while for some we add es. For example, the plural form of photo is photos. Auto is autos. Video is videos. In these examples, an s is added to make it plural. Now take a look at these words. ഓയിൽ അവസാനിക്കുന്ന ഫോട്ടോ, ഓട്ടോ, വീഡിയോസിനൊക്കെ എസ് ചേർത്തിട്ട് പ്ലൂറൽ ഉണ്ടാക്കാം. ഓക്കെ, സിംഗുലർ നെയിമിംഗ് വേർഡിന്റെ കൂടെ. ഇനി ചില വാക്കുകൾ ഓയിൽ അവസാനിക്കുന്നതാണെങ്കിൽ ഇ എസ് ചേർത്തിട്ടാണ് പ്ലൂറൽ ഉണ്ടാക്കേണ്ടത്. പ്ലീസ് ലിസൺ കെയർഫുള്ളി. ഈ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കേട്ട് വീണ്ടും വീണ്ടും കേട്ട് എഴുതണം. ഉറക്കെ അതിൻ്റെ കൂടെ പറയണം. പറഞ്ഞ് എഴുതി പഠിക്കേണ്ടതാണ്. The plural form of tomato is tomatoes. Hero is heroes. Echo is echoes. And volcano is volcanoes. In these examples, es is added to make it plural. Now let us look at some examples of plural nouns with nouns that end with f or fe. For some words we add s, while for some we replace f with v and add es. For example, giraffe, giraffes. Gulf, gulfs. Cliff, cliffs. Knife, knives. Wife, wives. Scarf or scarves. Children, here ചില നൗണുകൾ നെയിമിംഗ് വേർഡ്സ് എഫിലോ എഫിയിലോ അവസാനിക്കുന്ന ലെറ്റേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അവിടെ എസ് ചേർക്കാം. എസിന് മാറിയിട്ട് എഫ് മാറ്റി വി ചേർത്ത് ഇ എസ് ഒക്കെ ചേർക്കും. അങ്ങനെ ഇതും ഇതിന്റെ മീനിങ് ഈ വേർഡുകൾ എഴുതി നിരന്തരം ആവർത്തിച്ച് പഠിക്കണം. കുറെ വട്ടം എഴുതി ഇത് ടീച്ചേഴ്സിനെ കാണിക്കണം, പേരൻസിനെ കാണിക്കണം. ഓക്കെ, നൗ ലെറ്റ് us do some other exercises. These all We add s to form the plural of most nouns. For example, one tree, many trees. Okay, here singular name ആണ് tree, plural name ആണ് many trees. അതായത് tree, trees, many trees വരുമ്പോഴാണ് plural name ആവുക trees എന്ന് വരും. എസ് ചേർത്തിട്ട് ട്രീയുടെ കൂടെ എസ് ചേർത്ത് ട്രീസ് ആയി. അപ്പോൾ now tree is a naming word. കുറെ ട്രീ ഉണ്ടെങ്കിൽ അത് ട്രീസ് എന്ന് പറയും. അതാണ് പ്ലൂറൽ. സിംഗുലർ, one tree is singular, many trees are plural. However, if a naming word or noun ends in s, ss,
SH, CH, Z, or X, we add ES to make it plural. For example, bus, buses, dress, dresses, bush, bushes, witch, witches, box, boxes. Now, if a noun ends with a Y and there is a consonant before the Y, we change the Y to I and then add ES. For example, the plural form of lady is ladies. However, if the noun ends with a Y and there is a vowel before Y, we only need to add S. For example, the plural form of donkey is donkeys. For nouns that end with an O, we add S to make plural nouns. For example, the plural form of piano is pianos. However, sometimes we add ES. For example, the plural form of potato is potatoes. For nouns that end with an F, we add S to make plural nouns. For example, the plural form of roof is roofs. However, sometimes we replace F with V and ES. For example, the plural form of thief is thieves. Sometimes both options can also be used. For example, the plural form of dwarf can be dwarfs or dwarves. Okay, children. Here it is explained that singular names and plural names അതിൻ്റെ ഫോംസ് പല രീതിയിൽ അവസാനം എസ് ചേർത്ത് ഇ എസ് ചേർത്ത് ഐ ഇ എസ് ചേർത്ത് അതുപോലെ വി എസ് ചേർത്ത് ഇങ്ങനെയൊക്കെ വരുന്നതുണ്ട്. എഴുതി ആണ് എല്ലാവരും ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ടത്. ഇത് നിങ്ങൾക്കുള്ള എക്സസൈസ് ആണ്. ഈ വീഡിയോ വീണ്ടും കണ്ടു വേണം പഠിക്കാൻ. ഓക്കെ, പ്ലൂറൽ നെയിമും സിംഗുലർ നെയിമും പഠിക്കാൻ. അപ്പോൾ ഈ വൊക്കാബുലറി മീനിങ് ഒക്കെ എഴുതി പഠിക്കണം അതിൻ്റെ കൂടെ. Look at the picture. It shows a room in Jia and Hussein's school. Okay, ഈ പിക്ചർ Jia and Hussein's school. ഇതാരുടെയാണ്? ജിയ ആൻഡ് ഹുസൈൻസ് സ്കൂളാണ്. ഡിസ്ക്രൈബിങ് എ പിക്ചർ ആണ്. ദിസ് ഈസ് ഓൾസോ ആൻ എക്സസൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ? നോക്കിക്കേ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ജിയാസ് ആൻഡ് ഹുസൈൻസ് സ്കൂൾ ആക്ടിവിറ്റി. സ്കൂളില് ആക്ടിവിറ്റി റൂമാണ്. ആക്ടിവിറ്റി ചെയ്യുക. കട്ടിങ്, പേസ്റ്റിംഗ്, പിക്ചർ, സ്ക്രാപ്പ് വർക്ക്, പെയിന്റിംഗ്. ഓക്കെ. To describe a picture, we answer these questions. What is the picture about? How many persons or objects or animals are there in the picture? What are they doing? Now describe. Okay. To describe a picture. Now describe the picture. What are they doing? To describe a picture, we answer these questions. What is the picture about? ഈ പിക്ചർ എന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം. How many persons or objects or animals are there in the picture? എത്ര പേരുണ്ട്, എത്ര വസ്തുക്കളുണ്ട്, എത്ര ആളുകളുണ്ട്. വാട്ട് ആർ ദേ ഡൂയിങ്? അവരെന്തൊക്കെയാ ചെയ്യണേ? അപ്പൊ നിങ്ങൾക്കത് ഇംഗ്ലീഷിൽ പറയണം. നിങ്ങളത് നോക്കി വെക്കണം, പഠിക്കണം. സോ വാച്ച് ഇറ്റ് കെയർഫുള്ളി. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു എക്സസൈസ് ആണ്. ഹോം ഫൺ ആക്ടിവിറ്റീസ് ആണ്. ദിസ് ഈസ് എ ഗെയിം. Now describe the picture. You can use the words given in the box. We can use present form or past form of the verbs to describe pictures. In the present form, you add ing to the verb. In the past form, you use verbs that end in d, ed, or ied. Here, ed or ied. here, താഴെ കൊടുത്തിരിക്കുന്ന ആ ബോക്സിന്റെ അകത്തുള്ള ഹോബി റൂം, 8 children. How many children are there? 8 children. Painting a picture. What are they doing? Some students are painting a picture. Playing with blocks. Having fun. Reading books.
പേപ്പർ ക്രാഫ്റ്റ്. സം ആർ ഡൂയിങ് പേപ്പർ ക്രാഫ്റ്റ്. ഇങ്ങനെയൊക്കെയുള്ള ആൻസറുകളാണ് ഈ വേർഡുകൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ING ഫോം. പെയിന്റിങ് എ പിക്ചർ. പെയിന്റിങ് എ പിക്ചർ മീൻസ് ING ഫോം ആണ് വെർബിന്റെ. അങ്ങനെ ED, ID പാസ്റ്റ് ടെൻസ്. വി ക്യാൻ യൂസ് പ്രസന്റ് ഫോം ഓർ പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ്. വെർബ് ഫങ്ഷനിങ് പാർട്ട് എന്താണ് അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ. Now describe the picture. You can use the words given in the box. Here they are given in present form. Okay, now you have understood different grammar activities and you have seen different exercises regarding nouns, plurals, singular nouns, and with the words with the same meaning, and synonym and antonym, the opposite meaning words. These are the exercises. See this video thoroughly, watch it carefully and write down and read it loudly. Okay, so this is the time to wind up our class. Wish you all the best. Thank you, children. Thank you.